നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വിൻഡോസിനകത്ത് വന്നിട്ട് ഒരു ടാസ്ക് ബാർ ഉണ്ട്. അതായത് നമ്മൾ നിരന്തരമായിട്ട് അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ഉപയോഗിക്കാൻ സാധ്യതയുള്ള പ്രോഗ്രാമുകളെല്ലാം നമ്മൾ ആ ടാസ്ക് ബാറിനകത്ത് കൊണ്ടിട്ടേക്കും. അതുപോലെ തന്നെ ഒരു ടാസ്ക് ബാർ നമ്മുടെ ഉബുണ്ടുവിനുണ്ട്. നമ്മുടെ ഫയർഫോക്സ് ലോഞ്ച് ചെയ്യാനായാലും ഫയൽസ് എടുക്കാനായാലും ടെർമിനൽ എടുക്കാനായിട്ടും നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നതാണ് ആ ടാസ്ക് ബാർ. അപ്പോൾ ഉബുണ്ടുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതിനെ ടാസ്ക് ബാർ എന്ന് വിളിക്കാറില്ല, ഡോക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഡോക്കിനെ വിൻഡോസിൻ്റെ കൂട്ട് തന്നെ എങ്ങനെ താഴെ കൊണ്ടിടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ എളുപ്പമാണ്. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും മുകളിലൊരു നമ്മുടെ അറിയാം നമുക്ക് ഷട്ട് ഡൗൺ ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അവിടെ ഒരു സ്പാനറിൻ്റെ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് വരും. സെറ്റിങ്സിനകത്ത് അവിടെ ഡോക്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കുക, അവിടെ ഡോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ ഡോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പൊസിഷൻ ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വലത്ത് സൈഡിലായിട്ട് നമുക്കവിടെ ലെഫ്റ്റ് ബോട്ടം റൈറ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് മാറ്റിയിട്ട് ബോട്ടം ആക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വിൻഡോസിൻ്റെ കൂട്ട് തന്നെ താഴെ വന്നായിട്ട് കാണാൻ പറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വലത്ത് സൈഡിലും ഇടാൻ പറ്റുന്നേ ഉള്ളൂ. ആ ബോട്ടം മാറ്റിയിട്ട് റൈറ്റ് ആക്കാമെങ്കിൽ നമുക്ക് വലത്ത് സൈഡിലും ഇടാവുന്നേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മൾ കാണുന്ന ഐക്കൺസിൻ്റെയൊക്കെ സൈസ് കുറയ്ക്കാവുന്നേ ഉള്ളൂ. അതായത് ഇച്ചിരി ചെറുതാക്കാം. അതിന് നമുക്ക് ഐക്കൺ സൈസിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ആരോ ഉണ്ട്. ആരോയെ വലത്തോട്ട് നീക്കുകയാണെങ്കിൽ ഐക്കൺസ് എല്ലാം വലുതാവും, ഇടത്തോട്ട് നീക്കുവാണെങ്കിൽ ചെറുതാവും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 26 അപ്പോൾ എനിക്ക് അത്രയും മതി. അതിനോടൊപ്പം തന്നെ ഓട്ടോ ഹൈഡ് ഡോക്ക് ഉണ്ട്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ മണ്ടയ്ക്ക് വന്നാൽ ഡോക്കിൻ്റെ മണ്ടയ്ക്ക് വന്നാൽ ഡോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറഞ്ഞു പോകും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ 2 മിനിറ്റ് വീഡിയോ. തീർച്ചയായിട്ടും ഞാൻ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.